Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. തക്ക സമയത്തുയർത്തുന്ന ദൈവം. The God who exhort you in the due time. അത് ഭയങ്കര ഒരു വചനമാണ്. It's a wonderful word. 1 പത്രോസ് 5:6 പഠിക്കുമ്പോൾ When we study 1 Peter chapter number 5 verse number 6, humble yourselves therefore under the mighty hand of God that he may exalt you in due time. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. നിങ്ങൾക്കൊരു ഉയർച്ച പ്രാപിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ, if you have a desire for an exhortation in your life, ബലമുള്ള കൈകളിൽ കീഴിൽ നിങ്ങൾ അമർന്നിരിക്കുമ്പോൾ, you have to humble yourself under the mighty hand of God. ആ കൈകൊണ്ട് നിങ്ങളെ അവൻ ഉയർത്തും. And he will lift you up with his hand. ആമേൻ. ബൈബിൾ പറയുമ്പോൾ അതിന്റെ ഒരു അർത്ഥം പരിശുദ്ധാത്മാവിന് കീഴടങ്ങുക എന്നാണ്. And when Bible says this, the meaning of this particular word is you have to submit and surrender under Holy Spirit. ജീവിതത്തിൽ ഉയർച്ചയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Do you desire a blessing and exhortation in your life? ദൈവ പാദപീഠത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, Once you surrender yourself at the feet of God, ആ കർത്താവ് നിങ്ങൾക്ക് വലിയൊരു ഉയർച്ച തരും. and God will give a mighty exhortation in your life. ദൈവത്തിന് വിധേയപ്പെടുക. Surrender to God ദൈവം നിങ്ങൾക്ക് ആക്കി വെച്ചിരിക്കുന്ന ദൈവദാസന്മാർക്ക് വിധേയപ്പെടുക. and surrender the man of God whom God placed നാം above you. ഒരാളിന് വിധേയപ്പെടുന്നത് കൊണ്ട്, Once we humble ourselves in front of us, കൊണ്ട്, once we surrender, ഹമ്പിൾ ആകുന്നത് കൊണ്ട് once we humble, നമുക്കൊരു ദോഷവും സംഭവിക്കുകയില്ല. no harm will happen. ചിലപ്പോൾ നമ്മുടെ ആ പ്രൗഡ് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. And sometimes our pride will destroy us. ചിലർക്ക് എപ്പോഴും അവരുടെ വാക്കിൽ, നോട്ടത്തിൽ, എല്ലാത്തിലും ഭയങ്കര പ്രൗഡാണ്. And some people always in their words and in their look everywhere they have a proud. നമ്മുടെ പ്രൗഡ് യേശുക്രിസ്തുവിലായിരിക്കും. And we have to proud and glory in ഞാൻ the അവന്റെ Lord. വചനം അനുസരിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷം, And the joy that I obeyed his word. ഞാൻ അവന്റെ വാക്ക് കേട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ആ താഴ്മ, We must have that humbleness that we obey his voice. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. We must have that in our life. ആമേൻ. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവം, The God who exhorts us in the due time. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. So humble yourself therefore under the mighty hand of God that he may exhort you in due time. നമുക്ക് പ്രാർത്ഥിക്കാം. So let's pray. ഞങ്ങളുടെ കർത്താവേ, Our Lord, അങ്ങയുടെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. help us to surrender and submit ourselves into your mighty hand. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹംബിൾനെസ് ഉണ്ടാകണമേ. Lord, give a humbleness in our life. ഇപ്പോൾ ഈ കേൾക്കുന്ന ജനത്തിന് ഇത് അനുഗ്രഹമാക്കണമേ. Right now, those who are listening us, let this അങ്ങയുടെ message be a blessing. കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഡാഡി. Daddy, we surrender ourselves in your hand. യേശുവിൻ നാമത്തിൽ തന്നെ In Jesus' name we pray. ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പി. Humble yourself under the mighty hand of God, അവൻ നിങ്ങളെ ഉയർത്തും. and he will exhort you. God bless you. Love you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.